Hello everyone. In this part, we'll see what is MBO or Management by Objective. It is a concept that was founded by or popularized by Peter F. Drucker. അത് എം ബി യുവിൻ്റെ പ്രൊപ്പണൻ്റ് ആണ്. ഇത് പോപ്പുലർ ആക്കി കണ്ടുപിടിച്ച ഒരാളാണ് പീറ്റർ എഫ് ഡ്രക്കർ ഇൻ ദ ഇയർ 1954. It's very important. Peter F. Drucker is the pioneer of MBO or Management by Objectives. It is a management model that aims to improve organizational performance by clearly defining objectives that are agreed upon by both management and employees. ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, MBO എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് മോഡലാണ്. അത് എന്താണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? ബൈ ക്ലിയർലി ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാനുള്ളത് എന്ന് ഓരോരുത്തരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കി അത് ക്ലിയർ ആക്കി കൊടുത്ത് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് MBOയുടെ എയിം. ആൻഡ് ഈ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഡിസ്ക്രൈബ് ചെയ്യുമ്പം വെറുതെ ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമല്ല ഒബ്ജക്റ്റീവ് ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എഗ്രീഡ് അപ്പോൺ ബൈ ബോത്ത് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ അവർ ഒരു ഡിസഗ്രിമെൻറ്റ്സും കാര്യങ്ങളും ഇല്ലാതെ ഡിസൈഡ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതൊരു മോഡൽ, അതൊരു മാനേജ്മെൻറ്റ് മോഡലാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എയിംസ് ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. എങ്ങനെ? ബൈ ക്ലിയർലി ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് that are agreed upon by both management and employees. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ്, ഫ്രം the meaning itself we can find out the features. One is joint goal setting. അതായത് മാനേജ്മെൻറ്റും എംപ്ലോയീസും കൂടെ തമ്മിലിരുന്നിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ഗോള് സെറ്റ് ചെയ്യുന്നത്. എഗ്രീഡ് അപ്പോൺ സബോർഡിനേറ്റ്സ് പെർഫോമൻസ് ഗോൾ. ദ ജോയിൻറ്റ് പ്രോസസ് ഇംപ്രൂവ്സ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അതായത് എംപ്ലോയീസിനെയും കൂടെ ചർച്ചയിൽ ഉൾക്കൊള്ളിച്ചാൽ അവർ വിചാരിക്കും അവരുടെ തന്നെ ആണ് സ്ഥാപനം, നമ്മുടെ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളൊരു ഫീലിംഗ് വരും, സെൻസ് ഓഫ് ഓണർഷിപ്പ് വരും, ആൻഡ് അവരുടെ കമ്മിറ്റ്മെൻറ്റ് അത് കൂട്ടാൻ വേണ്ടി സഹായിക്കും. നെക്സ്റ്റ് ഫീച്ചർ ഇസ് ഗോൾ ഓറിയൻറ്റേഷൻ. അതെപ്പോഴും റിസൾട്ട് ഫോക്കസ്ഡ് ആണ്. ഇറ്റ് ഫോക്കസ് ഓൺ ക്ലിയർലി ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. it concentrates on what must be accomplished and it gives subordinates freedom to choose method. എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ളത്, ഒബ്ജക്റ്റീവ് എന്താ എന്നുള്ളത് എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടാണ് MBO വർക്ക് ചെയ്യുന്നത്. ആൻഡ് അത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയീസ്. മാനേജേഴ്സും കൂടെ ഇരുന്നിട്ടാണ്. അതായത് എംപ്ലോയീസിന്, സബോർഡിനേറ്റ്സിന് ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡലാണ് MBO. മെഷറബിൾ ആൻഡ് വെരിഫയബിൾ ഗോൾ. അതെപ്പോഴും ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ബൈ ക്ലിയർലി ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള നല്ല ഒബ്ജക്റ്റീവിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ടാണ്. സ്മാർട്ട് മീൻസ് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. 10% സെയിൽ കൂട്ടുക, 20% കോസ്റ്റ് കുറയ്ക്കുക. പിന്നെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒബ്ജക്റ്റീവായിട്ട് എടുക്കരുത്. ഓർഗനൈസേഷന് പ്രാധാന്യമുള്ളതായിരിക്കണം. ടൈം ബൗണ്ട്, ഇന്ന കാലത്തിനുള്ളിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതും കൂടെ പറയണം. ആൻഡ് ദിസ് പ്രൊവൈഡ്സ് ക്ലിയർ സ്റ്റാൻഡേർഡ് ഫോർ പെർഫോമൻസ് അപ്രൈസ്. പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആൻഡ് പീരിയോഡിക് റിവ്യൂ ആൻഡ് ഫീഡ്ബാക്ക്. MBOൻ്റെ വേറെ പ്രത്യേകതയാണ്, പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യും, റിവ്യൂ ചെയ്യും. ഇത് കറക്ഷൻസ്, പ്രോപ്പറായിട്ടുള്ള കറക്ഷൻസ്, തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ സഹായിക്കും. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ കീ റിസൾട്ട് ഏരിയാസ്. അതായത് ഗോൾസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഏരിയാസ് ഓഫ് ദ ജോബ് ദറ്റ് ആർ ക്രിട്ടിക്കൽ ടു ദ ഓർഗനൈസേഷൻ സക്സസ്. കീ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ കാര്യങ്ങൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് MBOയുടെ മറ്റൊരു ഫീച്ചറാണ്. So these are the features of MBO: joint goal setting, goal orientation, measurable and verifiable goals, key result area, and periodic
review and feedback. Now let's see the steps in MBO process or the procedure of MBO process. First one is set or review organizational objective. MBO എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. ടോപ്പ് മാനേജ്മെന്റ് ആണ് യൂഷ്വലി ഹോൾ ഓർഗനൈസേഷന്റെ ഗോൾസ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഹയർ ഗോൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ താഴെത്തട്ടിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷെ ആ ഗോൾ ഡിസൈഡ് ടോപ്പ് ലെവൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ MBO പ്രോസസ്സ് അടുത്തത് എന്ത് ചെയ്യും, കാസ്കേഡ് ഒബ്ജക്റ്റീവ് ടു ദ എംപ്ലോയീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് MBOന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് സെറ്റ് ചെയ്ത ഗോൾ അതേപടി ഫോളോ ചെയ്യുക എന്നുള്ളതല്ല, ജോയിന്റ് ആയിട്ട് അവർ ഗോളിനെ കുറിച്ചുള്ളത് ഡിസൈഡ് ചെയ്യും. ഓർഗനൈസേഷൻ ഗോൾസ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സ്പെസിഫിക് മെഷറബിൾ ഗോൾസ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ എംപ്ലോയീസ്. അങ്ങനെ എംപ്ലോയീസിനും പിന്നെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ ആ ഗോൾ ഓക്കെ ആണോ, മെത്തേഡ്സ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കൂട്ടായിട്ട് തീരുമാനമെടുക്കും. ആൻഡ് ദെൻ വിൽ ഡെവലപ്പ് ആൻ ആക്ഷൻ പ്ലാൻ. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കണം, എന്തൊക്കെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കംപ്ലീറ്റ് പ്ലാനാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പ്ലാനൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പെർഫോമൻസ് മോണിറ്റർ ചെയ്യണം. പ്ലാൻ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. എംപ്ലോയീസിൻ്റെ ഫീഡ്ബാക്ക് എടുക്കണം. അതുപോലെ തന്നെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും അടുത്തതായിട്ട്. അതായത് കറക്റ്റായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്ക് റിവാർഡ്സ് കൊടുക്കും, അതായത് ഇൻസെൻറ്റീവ്സ്, പ്രൊമോഷൻസ്, സാലറി കൂടും. ആൻഡ് മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റീവ് മെഷേഴ്സും എടുക്കും. സോ ദീസ് ആർ ദ പ്രൊസീജിയർ ഫോർ MBO. ആദ്യം തന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് റിവ്യൂ ചെയ്യും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്തിട്ടത്. അത് താഴെ തട്ടിലുള്ള എംപ്ലോയീസിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്കും അതിൽ എങ്ങനെ അച്ചീവ് ചെയ്യണം, എന്തൊക്കെ കാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടൊരു ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തും, ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് they will be rewarded or given corrective actions on the basis of evaluation. So in this part we have seen what MBO is, features and its procedure.